ഇടുക്കിയിൽ നിരവധി ഇരുചക്ര വാഹന മോഷണ കേസുകളിൽ പ്രതികളായ 2 യുവാക്കൾ പിടിയിൽ. മോഷ്ടിച്ച ബൈക്കിൽ രക്ഷപ്പെടുന്നതിനിടെ അടിമാലിക്ക് സമീപത്ത് വെച്ച് വാഹനം അപകടത്തിൽപ്പെടുകയും പോലീസിന്റെ പിടിയിലാവുകയുമായിരുന്നു. രാജക്കാട് മാങ്ങാത്തൊട്ടി സ്വദേശി ഒറ്റപ്ലാക്കൽ അനൂപ്, അണക്കര സ്വദേശി വാഴയിൽ ചന്ദ്രപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 7-ന് ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുക്കുടിയിൽ നിന്ന് ഒരു ബൈക്ക് മോഷണം പോയിരുന്നു. ഇതു സംബന്ധിച്ച് അന്വേഷണം നടന്നുവരികയാണ് പ്രതികൾ പിടിയിലായത്. മോഷ്ടിച്ച ബൈക്കിൽ കോതമംഗലത്ത് പോയി തിരികെ വരുന്ന വഴി അടിമാലിക്ക് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയും പെട്രോളിങ്ങിനെത്തിയ അടിമാലി പോലീസിന്റെ പിടിയിലാവുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മുക്കടിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കാണ് ഇവരുടെ കൈവശമുള്ളതെന്ന് സമ്മതിക്കുകയും തുടർന്ന് പ്രതികളെ ഉടുമ്പൻചോല പോലീസിന് കൈമാറുകയുമായിരുന്നു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും ഇരുവരും ചേർന്ന് ബൈക്ക് മോഷ്ടിച്ച് കടത്തിയിട്ടുണ്ടെന്ന് സമ്മതിച്ചത്. ഇവിടെ നടത്തിയ വിശദമായ പരിശോധനയിൽ ഇവര് ആണ് ഈ ബൈക്ക് മോഷ്ടിച്ചതെന്നും ഇത് കൂടാതെ ഇവര് ഇന്ന ദിവസം തന്നെ രാജാക്കാട് ഭാഗത്തു നിന്ന് രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും 2 ബൈക്കുകൾ കൂടി മോഷ്ടിച്ചിട്ടുണ്ടെന്നും അതിന് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇത് കൂടാതെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കുമളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും ഇതുപോലെ 2 ബൈക്കുകൾ ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. രാജക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും 2ഉം കുമ്മളി ചക്കവളത്ത് നിന്നും 2 ബൈക്കുകളും ഇവർ മോഷ്ടിച്ചിട്ടുണ്ട്. മറ്റു മേഖലകളിൽ നിന്നും അടുത്തിടെ ഇരുചക്ര വാഹനങ്ങൾ നഷ്ടപ്പെട്ട സംഭവങ്ങളിൽ പ്രതികൾക്ക് പങ്കുണ്ടോ എന്നും സംഘത്തിൽ മറ്റു പ്രതികളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.